First one, meaning of fraud. Meaning of fraud. Yeah, essay 240. Essay 240. Essay 240. The responsibilities. The auditor's responsibility. The auditors. The auditors' responsibilities relating to fraud. 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 Bracket with effect from 1st April 2009. 1st April 2009. Then, essay 240. Essay 240 defines the term. Essay 240 defines the term. Defines the term fraud as. Fraud as. Defines the term fraud as. Not here. An intentional act. An intentional act. Intentional act by one or more individuals. One or more individuals among management, comma, those charged with governance, comma, employees or third parties involving the use of deception to obtain an unjust or illegal advantage. Illegal advantage. So that an intentional act done by one or more individual among management higher level those charged with the governance or employees or third parties involving the use of deception to obtain unjust or illegal advantage. Okay. So അറിഞ്ഞുകൊണ്ട് കബളിപ്പിച്ച് illegal ആയിട്ടുള്ള advantage ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് fraud. Okay.
ക്ലിയർ അല്ലേ? സോ SA 240 ഫ്രോഡ് എന്ന് പറയുന്ന ടേം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അൺഇന്റൻഷണൽ. ആ ഇന്റൻഷണൽ എന്നുള്ള വേർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഫ്രോഡ്. ഓക്കെ, സോ എനിക്കറിയാതെ നമ്മൾ ലാസ്റ്റ് ഡേ SA 450 എന്തായിരുന്നു? SA 450 evaluation of misstatement identified during the misstatement. Okay, so ഇവിടെ ഉണ്ടാവും ഒരു ഇപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞ പോലെ 50,000 വരെ 5,000 എഴുതി. മനഃപൂർവ്വം ചെയ്തല്ല, ഇന്റൻഷണൽ ആക്ട് അല്ല അത്. അങ്ങനെയാണെങ്കിൽ അതിനെ ഫ്രോഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല. സോ അതെന്താണ് അപ്പം? unintentional. Unintentional. Okay. So unintentional misstatement എന്താണ് പറയുന്നത്? Mistake. ഒന്ന് നോട്ട് ചെയ്യാം. സോ നമ്മള് ലാസ്റ്റ് ഡേ പഠിച്ചിട്ടുണ്ടായിരുന്നു മിസ്സ്റ്റേറ്റ്മെന്റ്. എന്തായിരുന്നു മിസ്സ്റ്റേറ്റ്മെന്റ് മീനിങ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഡിഫൈൻ ചെയ്തായിരുന്നല്ലോ മിസ്സ്റ്റേറ്റ്മെന്റ്. സോ അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം എന്താണോ വരേണ്ടത്, ആക്ച്വൽ ഫിനാൻഷ്യലിൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന എന്താണോ ആ ഡിഫറൻസിനെയാണ്. സോ ഇതിലൊക്കെ വരാം ഡിഫറൻസ് മിസ്സ്റ്റേറ്റ്മെന്റ്. ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മിസ്സ്റ്റേറ്റ്മെന്റ് SA 450 ഇതിലൊക്കെയാണ് മിസ്സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ആ ഡിഫറൻസ് വരുന്നത് എമൗണ്ട് ആകാം, classification, presentation or disclosure. Okay, so disclosure. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? മിസ്സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചല്ല നമ്മൾ SA 240 പറയുന്നത്. എന്താണ് അത്? ഫ്രോഡ് ആയിരിക്കണം. ഓക്കെ, സോ മിസ്സ്റ്റേറ്റ്മെന്റ് ആർ ഓഫ് 2 types. മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ പറയാം. ഏതൊക്കെയാണ്? unintentional, then നമുക്ക് എന്ത് പറയാം? intentional. സോ unintentional misstatementനെ നമ്മൾ എന്ത് വിളിക്കും? എറേഴ്സ്. intentional misstatementsനെ നമ്മൾ എന്ത് വിളിക്കും? ഫ്രോഡ്. unintentional misstatementനെ നമ്മൾ എന്ത് വിളിക്കും? എറർ. intentional misstatementനെയാണ് എന്ത് വിളിക്കുന്നത്? ഫ്രോഡ്. സോ ഏതൊക്കെ ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്? ടൈപ്സ് ഓഫ് എറേഴ്സ്. ടൈപ്സ് ഓഫ് എറേഴ്സ് ഏതൊക്കെയാണ് പറയാം? as per nature, first one self revealing errors, unconceived errors or conceived errors. Then errors affecting trial balance or not affecting trial balance. Errors affecting trial balance or not affecting trial balance. Then second scenario, as per accounting aspects. So ഇതായിരിക്കും നിങ്ങൾ കേട്ടിരിക്കുന്നത്. Error of principal,
compensating error, error of principal, compensating error, error of commission, errors of omission. നമുക്കത് ടൈപ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്രോഡിനെ കുറിച്ച് മാത്രമാണ്. SA-240 ആണെങ്കിൽ ഫ്രോഡാണ്, ഫ്രോഡിനെ കുറിച്ചാണ് പറയുന്നത്. സോ ടൈപ്സ് ഓഫ് എറേഴ്സ്, ദെൻ ടൈപ്സ് ഓഫ് ഫ്രോഡ്. സോ ടൈപ്പ് ഓഫ് ഫ്രോഡ് മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കേട്ടിട്ടുണ്ടോ ഏതൊക്കെയാണ് ഫ്രോഡ് എന്ന്? സോ ഡിഗ്രി പഠിച്ചിട്ടുള്ളവര് ടൈപ്പ് ഓഫ് ഫ്രോഡ്സ്. ഫസ്റ്റ് വൺ, fraudulent financial reporting. Two types ആണുള്ളത്. ഫസ്റ്റ് വൺ ഫ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ്, fraudulent financial reporting. Then second one, misappropriation of assets. Misappropriation of assets. So misappropriation of assets again classified as misappropriation of goods, defalcation of cash, defalcation of cash, misappropriation of goods, defalcation of cash, misappropriation of goods, defalcation of cash. So എന്താണ് ഫ്രോഡ്? എന്താണ് ആസ് പെർ SA-220 ഫ്രോഡ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? an intentional act by one or more individuals among the management or those charged with the governance or employees or third parties involving the use of deception to obtain unjust or illegal advantage. Okay, so നമുക്ക് മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ എന്താണ്, there is a difference between AFR പ്രകാരം ചെയ്യേണ്ടതും ആക്ച്വലി ചെയ്യുന്ന ഡിഫറൻസിനെയാണ് എന്ന് പറഞ്ഞാൽ മിസ്സ്റ്റേറ്റ്മെന്റ്. അത് അൺഇന്റൻഷണൽ ആണെങ്കിൽ എറേഴ്സ്, ഇന്റൻഷണൽ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫ്രോഡ്. ഫ്രോഡ് ആർ ഓഫ് ടു ടൈപ്സ്, fraudulent financial reporting and misappropriation of assets. Misappropriation has two types, misappropriation of goods and defalcation of cash, defalcation of cash. Okay. Then എന്താണ് ഈ fraudulent financial reporting? Okay. Next head, fraudulent financial reporting. Fraudulent financial reporting. എന്താണ് fraudulent financial reporting means? So fraud are of two types. One, so intentionally, okay, so deceive ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ അൺജസ്റ്റ് അല്ലെങ്കിൽ ഇല്ലീഗൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ് എന്ത്? ഫ്രോഡ്. സോ അതിൽ fraudulent financial reporting. സോ എന്താണ് fraudulent financial reporting? That means fraudulent financial reporting involves
intentional misstatements, including omission of amounts or disclosures in financial statements to deceive users of financial statements. Fraudulent financial reporting involves intentional misstatements, including omission of amounts. ഒന്നുകിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരേണ്ട അമൗണ്ട്സ് ഒമിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ ഇല്ലാത്ത കാര്യങ്ങൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഫോൾസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ട് ടു ഡിസീവ് ദ യൂസേഴ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, then next point is fraudulent financial reporting. Fraudulent financial reporting may be accomplished by the following. First one, manipulation or falsification, including forgery or alteration. So fraudulent financial reporting, the manipulation agam, falsification അല്ലെങ്കിൽ forgery agam, alteration agam. Misrepresentation or intentional omission. Misrepresentation in the financial statements അല്ലെങ്കിൽ intentionally omit ചെയ്യുന്നതിനാണെന്ന് പറയാം fraudulent financial reporting. Okay, so കുറെ സെയിൽസ് intentionally omit ചെയ്യുക മീൻസ് എന്തായിരിക്കും ഉദ്ദേശം? പ്രോഫിറ്റ് കുറച്ച് കാണിക്കുക, ഇൻകം ടാക്സ് കുറച്ചടയ്ക്കുക. ഓക്കെ, സോ ഇന്റൻഷനലി ആരെ വേണം യൂസേഴ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ ഡിസീവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇന്റൻഷനലി ഒമിറ്റ് ചെയ്യുന്നതിനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇന്റൻഷണൽ ഒമിഷൻ അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡിങ് അല്ലെങ്കിൽ അൺഇന്റൻഷണൽ ആയിട്ട് ഒമിറ്റ് ചെയ്യുക, ഡിസ്ക്ലോഷേഴ്സ് ഒമിറ്റ് ചെയ്യുക, അതെല്ലാം ഇതിനകത്ത് വരാം fraudulent financial reporting. Then next one, intentional misapplication. Intentional misapplication of accounting policies. Intentional misapplication of accounting policies. Okay, so നമ്മൾ fraud പറഞ്ഞു, intentional misstatement,
to deceive the users of financial statement. So the first one is the fraudulent financial reporting. It involves intentional misstatements, including omission of amounts or disclosure in financial statements to deceive the users of financial statements. So manipulation agam, falsification including forgery agam, alteration agam, misrepresentation or intentional omission of certain things, intentional misapplication of accounting policies. Accounting estimates. Okay, so accounting standard 1 the accounting estimate and accounting policies and so the intentionally misapply the fraudulent financial reporting. Clearly? Okay, sir. Okay. The next one. Misappropriation of assets. So, two type fraudulent financial reporting. Then second one, misappropriation of assets. Misappropriation of assets. Misappropriation of assets. Misappropriation of assets. It involves the theft of an entity's assets and is often perpetrated by employees in a relatively small and immaterial amount. So it involves theft of an entity's assets and is often done by employees in relatively small and immaterial amounts. Okay. So other than round off. Okay. So now entity accountant okay. So 0.25 0.20 അങ്ങനെയുള്ള അമൗണ്ട്സ് എല്ലാം എന്ത് റൗണ്ട് ഓഫ് ചെയ്ത് അയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റും. സോ അങ്ങനെ സ്ഥിരം ഇപ്പം ഒരു ദിവസം തന്നെ 10,000-10,000 ഇതേ കണക്ക് സ്മോൾ എമൗണ്ട്സിന്റെ ട്രാൻസാക്ഷൻ നടന്നിട്ട് അതെല്ലാം അയാളുടെ അക്കൗണ്ടിലേക്കാണ് റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നതെങ്കിൽ സോ ആക്ച്വലി അതൊരു പീരീഡിലേക്ക് ആകുമ്പോഴത്തേക്കും എന്താവും ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് മാറും. ഓക്കെ. സോ അവരുടെ ഒരു ഇന്റൻഷനും അതാണ്, ചെറിയ എമൗണ്ട് അല്ലേ, സോ അതുകൊണ്ട് ഇതിന്റെ പുറകെ ആരും വരില്ല. ഓക്കെ. സോ അങ്ങനെ കുറെ തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താവും അതൊരു വലിയ എമൗണ്ട് ആയിട്ട് മാറും. അതിനാണ് പറയുന്നത് അല്ലെ എടുക്കുക, തെഫ്റ്റ്, മോഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് അസെറ്റ്, എന്റിറ്റിയുടെ അസെറ്റ്. സോ അതിനകത്ത് ഗുഡ്സ് ആകാം അല്ലെങ്കിൽ ക്യാഷ് ആകാം, എല്ലാം ഇതിനകത്ത് വരുന്നതാണ്, അസെറ്റ്സിൽ വരുന്നതാണ്. ഓക്കെ. സോ നോർമലി അതിന് എന്താണ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഉള്ള ആ ഒരു എംപ്ലോയീസ് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. സ്മോൾ എമൗണ്ട് ആയിരിക്കും അവരത് ഡിഫാക്ട് അല്ലെങ്കിൽ ആ തെഫ്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് എഴുതാം.
Misappropriation of assets can be accomplished misappropriation of assets can be accomplished in the following ways. In the following ways. First one, embezzlement of receipts. Embezzling receipts. Then second one, stealing physical assets. Physical assets or intellectual properties. Intellectual property. The next one, causing an entity to pay for goods or services not received. Not received. Using entities' assets for personal use. Personal use. Personal use. ഇതൊക്കെയാണ് misappropriation of assets. So first case embezzling receipts. So that means ഈ പറഞ്ഞ round of difference എന്ന് പറഞ്ഞിട്ട് ആ ഒരു round off എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ആക്ച്വലി എന്താണ് അത് ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് എന്താണ് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. സ്റ്റീലിംഗ് ഫിസിക്കൽ അസറ്റ്സ് ഓർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. സോ എൻറ്റിറ്റിയുടെ അസറ്റ്സ് മോഷ്ടിച്ചിട്ട് സ്വന്തമായിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അത് വിൽക്കുക. ഇതെല്ലാം തന്നെ എന്താണ്. സോ സ്ക്രാപ്പ് ആകുന്നത് ഒന്നും വിലയൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അതെടുത്തിട്ട് സ്വന്തമായിട്ട് വിൽക്കുന്നതൊക്കെ എന്താണ് സ്റ്റീലിംഗ് ഫിസിക്കൽ അസറ്റ്സ്. സോ കുറെ വർഷം യൂസ് ചെയ്തു ആ സ്ക്രാപ്പ് ആണ്, അതിനൊന്നും വാല്യൂ ഒന്നും കിട്ടില്ല, മാർക്കറ്റിൽ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് അത് കൊണ്ടുപോയിട്ട് സ്വന്തമായിട്ട് വിൽക്കുന്ന എല്ലാം ഇതിനകത്ത് വരും. Misappropriation of assets. Okay. Causing an entity to pay for goods or services. Actually purchase ചെയ്തിട്ടില്ല, ബട്ട് എന്ത് പറയുന്നു അങ്ങനെ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് സോ ഉടനെ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഒന്നും ഇല്ല എങ്കിൽ സോ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് തോന്നും. ഇതൊക്കെ നടക്കുന്നതാണ്. സോ അത് വർഷങ്ങളായിട്ടുള്ള ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ സോ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു, ഫിസിക്കൽ വെരിഫിക്കേഷൻ 3 മാസം കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ എങ്കിൽ ആ ഒരു പീരീഡിലേക്ക് സോ ഒരു പിന്നീട് ആക്ച്വൽ പർച്ചേസ് നടത്തിയിട്ട് ആ ഒരു ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാം. സോ അത്രയും കാലം എന്താണ് അയാൾക്ക് അത് യൂസ് ചെയ്യാം. യൂസിങ് എൻറ്റിറ്റീസ് അസറ്റ്സ് ഫോർ പേഴ്സണൽ പർപ്പസ്. ഓക്കെ, ക്ലിയർ അല്ലേ? മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അസറ്റ്സ്. ഓക്കെ, സോ ബാങ്കിലൊക്കെ അതുകൊണ്ടാണ് എപ്പോഴും ഒന്നിൽ കൂടുതൽ ആൾക്കാർ കൗണ്ടർ സൈൻ ചെയ്യുകയും ചെയ്യും. അതുകൂടാതെ അവരെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം നിങ്ങൾ കേട്ടുകയാണെങ്കിൽ അടുത്തിടയ്ക്ക് കാനറ ബാങ്കിലെ ഒരു വലിയ ഫ്രോഡ് നടന്നത് ഉണ്ടാവും. പിന്നെ ഫ്രോഡുലന്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നിങ്ങൾ പണ്ട് കേട്ടുകയാണ്, സത്യം. സോ അതിനകത്തെല്ലാം എന്തായിരുന്നു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ എന്താണ് ഇതേണക്ക് മിസ് റെപ്രസെന്റേഷൻ ആയിരുന്നു, ഇന്റൻഷണൽ മിസ് റെപ്രസെന്റേഷൻ ആയിരുന്നു. സോ ഇല്ലാത്ത കാര്യങ്ങൾ അസറ്റ്സും എല്ലാം തന്നെ
ലൈക്ക് ചെയ്ത് കാണിച്ചുകൊണ്ടുള്ളതായിരുന്നു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ആക്ച്വലി അത് ചെയ്തിരിക്കുന്നത് PwC ആയിരുന്നു. അതിനകത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാൽ ആക്ച്വലി അത് പക്കയായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ. ബട്ട് ആക്ച്വൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ, സോ നമുക്ക് ട്രൂ ആൻഡ് ഫെയർ വ്യൂ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ എൻറ്റിറ്റി. ആക്ച്വലി അവിടെ അങ്ങനെ അസറ്റും ഇല്ല, അങ്ങനെ സെയിൽസും ഇല്ല. ബട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വൈസ് പ്രിപ്പയർ ചെയ്തെന്താണ് മിസ്റെപ്രസെന്റേഷൻ, ഫ്രോഡുലന്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. സോ ഇത് എന്താണ് എംപ്ലോയി, അവർക്ക് വർഷങ്ങളായിട്ടുള്ള എംപ്ലോയീസിന് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇത് ബാങ്കിലൊക്കെയാണ് ഒത്തിരി ഇതിനകത്ത് വരുന്നത്. ഈ പറഞ്ഞ ക്യാഷ് എംബസിൽമെന്റ് വരുന്ന സിനാരിയോ വരുന്നത്. ഇപ്പം ഒരു പർട്ടിക്കുലർ SBI അക്കൗണ്ട് ആണെന്ന് വിചാരിക്കും, അയാൾ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് സ്ഥിരമായിട്ട് അത് ഇടും. 3-4 മാസം കഴിഞ്ഞൊക്കെ അയാൾ അത് പിന്നീട് അതിനകത്ത് വിഡ്രോവൽസ് വരത്തുള്ളെങ്കിൽ ഇവരെന്ത് ചെയ്യും, അത് വിഡ്രോ ഇട്ടു എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് ഒന്നും ചെക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സോ 2 മാസം എന്ത് ചെയ്യാം, അവർക്കത് യൂസ് ചെയ്യാം. അവർക്കത് വേണമെങ്കിൽ ഇൻട്രസ്റ്റ് അവരുടെ അക്കൗണ്ടിലേക്ക് ഇൻട്രസ്റ്റ് അത്രയും നാളത്തെ എടുത്തിട്ട് ശേഷം ഈ മറന്ന് 2 മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും കൊണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഒത്തിരി ഫ്രോഡ്. ഓക്കെ, സോ ആക്ച്വലി അയാൾ ചോദിക്കുന്നതായാലും 3 മാസം കഴിഞ്ഞല്ലേ അയാൾക്ക് ആവശ്യമുള്ളൂ, ഞാൻ 2 മാസം എടുത്തിട്ട് മാറ്റിയിട്ട് 3-ാമത്തെ മാസം കൊണ്ട് ഇട്ടില്ലേ. ബട്ട് ആക്ച്വലി അതെന്താണ്, തൻ്റെതല്ല, അതെന്താണ് ഫ്രോഡുലന്റ് ആയിട്ട് അല്ലെ, മിസ്അപ്രോപ്രിയേഷൻ, എൻറ്റിറ്റിയുടെ അസറ്റ് യൂസ് ചെയ്ത് എന്താണ് അൺജസ്റ്റ് അല്ലെ, അല്ലെങ്കിൽ ഇല്ലീഗൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നു, ദെൻ തിരിച്ചുകൊണ്ടിടുന്നു. ഇൻട്രസ്റ്റ് കാണിക്കാത്തപ്പം സംശയം വരത്തില്ലേ? അതാ പറഞ്ഞത്, അത് ബൈ എക്സ്പീരിയൻസ്. അവര് ഇപ്പൊ നോർമലി ഇപ്പൊ പ്രായവരാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് അല്ലെ എത്ര കറക്റ്റ് 3.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ, സോ അങ്ങനെയൊന്നും അവര് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ സോ അവർ നോക്കുമ്പോൾ എന്താണ് അവർ പ്രിന്റ് ഇതാ ഈ ഒരു ടൈമിലാണ്, ആ ഡേറ്റ് പോലും അവർ ചിലപ്പോൾ ചെയ്യില്ല. ബൈ എക്സ്പീരിയൻസ് അവർക്ക് അറിയാം, അവർ അതിനെക്കുറിച്ച് ബോധേഡല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ യൂസ് ചെയ്യുന്നതാണ് അത്. സോ അത്രയും കാലം അവരെടുത്ത് അവർക്ക് വേണമെങ്കിൽ അത് ഇൻട്രസ്റ്റിന് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് യൂസ് ചെയ്യാം. ഇതേ കണക്ക് അവർ നോർമൽ സെനാരിയോയിൽ അവർ വിഡ്രോ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് നോക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് വേണം തിരിച്ച് ആ പറയുന്ന ഫണ്ട് കൊണ്ടുവെക്കാം. സോ ഇപ്പൊ റൈറ്റ് നൗ ഇപ്പൊ ഇതൊക്കെ പോസിബിൾ അല്ല, ബിക്കോസ് മെസ്സേജ് വരും, ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളതൊക്കെ ഇവരെല്ലാം നോളജബിൾ പേഴ്സൺ ആണ് എല്ലാവരും. ബട്ട് പണ്ട് ഇതൊക്കെ നടന്നിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ സർ. Then next point കൊടുക്കാം, misappropriation of goods. So misappropriation of assets ഉള്ള 2 കാര്യങ്ങളാണ്. Misappropriation of goods. Next കൊടുക്കാം, misappropriation of goods. ഇതൊക്കെ നമുക്ക് ചോദിക്കുവാണെങ്കിൽ ഡയറക്റ്റ് ഒരു തിയറി ക്വസ്റ്റൻ ആണ്. 240 ഇതിനെ കുറിച്ച് ഇൻഡെപ്ത് നമുക്ക് പറയുന്നില്ല. ബട്ട് ഇത് ചോദിക്കുവാണെങ്കിൽ ഡയറക്റ്റ് ഇവിടെ 1-2 ഡീഫാൽക്കേഷൻ ഓഫ് ക്യാഷ്, അതിനകത്ത് 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഡയറക്റ്റ് ഏരിയ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ഏരിയയാണ്. Fraud in the form of misappropriation of goods. Fraud in the form of misappropriation of goods. Fraud in the form of misappropriation of goods is still more difficult to detect. For this, management has to rely on various measures. For this, management has to rely on various measures.
apart from the various requirements of record keeping, apart from the various requirements of records keeping about the physical quantities and their periodic checks. Comma, there must be rules and procedures. There must be rules and procedures. Rules and procedures for allowing persons inside the area where goods are kept. Where goods are kept. Okay. Then, in addition, there should be external. There should be external security. External security arrangements. External security arrangements to see no goods are taken. No goods are taken out without proper authority. Without proper authority. Without proper authority. Goods can be anything in the premise. Goods can be anything in the premise. It can be machinery. It can be machinery, comma, stationery in the office. So that means endana misappropriation of goods. That means premise ilulla endu goods endum agate adendana intentionally theft, intentional theft ne aanendu parnathu misappropriation of goods. Okay.
സോ ഇതിനകത്ത് ഒന്നുകിൽ അതൊരു വേണമെങ്കിൽ അതൊരു മെഷീനറി ആകാം, അല്ലെങ്കിൽ ഡെയിലി നമ്മുടെ ഓഫീസിൽ യൂസ് ചെയ്യുന്ന സ്റ്റേഷനറി ആകാം, എന്തും ആകാം. സോ എന്താണ് ഇന്റൻഷനലി സ്വന്തം കാര്യത്തിന്. സോ മെഷീനറി, സോ അവിടെ ഒരു 10 മെഷീനറി ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ മെഷീനറി നമുക്ക് റൈറ്റ് നൗ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് അറിയാം അതിന് 3 മാസം കൂടുമ്പോഴാണ് അതിന് ഫിസിക്കൽ വെരിഫിക്കേഷൻ വരുന്നത്. സോ 2 മാസം എടുത്തുകൊണ്ട് പോയി റെന്റിന് കൊടുത്തിട്ട് 2 മാസം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വെക്കുന്നതെല്ലാം എന്താണ്? മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ആണ്. സോ അത് എന്ത് ചെയ്യുന്നു? അവിടുന്ന് കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ ഓഫീസ് സ്റ്റേഷനറി അതും എല്ലാം തന്നെ എന്താണ്? സ്വന്തം പർപ്പസിന് യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ഇന്റൻഷനലി എന്താണ് സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്താൽ അതിനെയൊക്കെ എന്ത് പറയാം? മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. ദാറ്റ് മീൻസ് എന്റിറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ എന്റിറ്റിയിലുള്ള എന്ത് ഗുഡ്സും ആകാം നമ്മൾ എന്ത് ചെയ്യുന്നത്? മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. Then next one, defalcation of cash. Defalcation of cash. Defalcation of cash. Defalcation of cash can be in the following ways. Can be in the following ways. First one, inflating cash payment. Cash payments. Inflating cash payments. എന്തായിരിക്കും inflating cash payments? Defalcation of cash. എങ്ങനെയായിരിക്കും ഇൻഫ്ലേറ്റ് ചെയ്യുന്നത്? ക്യാഷ് പേയ്മെന്റ്സ് ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു അക്കൗണ്ടന്റിനെ ഏതൊക്കെ രീതിയിൽ? സോ ഡിഫാൽക്കേഷൻ ഓഫ് ക്യാഷ് ഇൻ ദ സെൻസ് എന്താണ്? ഫ്രോഡ് ആണ്. ഇന്റൻഷനലി ഡിസീവ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഡിഫാൽക്കേഷൻ ഓഫ് ക്യാഷ്. സോ അതിനകത്ത് ഒരു വേ ആണിത്, എന്ത്? ഇൻഫ്ലേറ്റിംഗ് ക്യാഷ് പേയ്മെന്റ്സ്. ഏതൊക്കെ രീതിയിലായിരിക്കും ക്യാഷ് പേയ്മെന്റ് ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടന്റിന്? ഇങ്ങനെയൊക്കെ ആയിരിക്കും അക്കൗണ്ടന്റിന് ക്യാഷ് പേയ്മെന്റ്സ് ഇൻഫ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്താണ് ഇൻഫ്ലേറ്റിംഗ്? കൂടുതലായിട്ട് ഓവറായിട്ട് കൊടുക്കുക അല്ലെ? സോ ഏതൊക്കെ രീതിയിലായിരിക്കും? അതായത് ദാറ്റ് മീൻസ് അങ്ങനെ ഒരു ആക്ച്വലി അത്ര ഒരു പേയ്മെന്റ് ഇല്ല, ബട്ട് എന്താണ് അങ്ങനെ ഒരു പേയ്മെന്റ് ഉണ്ട് എന്ന് കാണിച്ചിട്ട് എന്താണ്? ക്യാഷ് ഡിഫാൽക്കേഷൻ ആണ്. സോ ഏതൊക്കെ രീതിയിലാകാം? ഇവിടെ ഒരു എംപ്ലോയീസിന്റെ കൂടുതൽ പേയ്മെന്റ് കൊടുക്കും, ഇല്ലാത്ത എംപ്ലോയീസിന്റെ കൂടെ ഇല്ലാത്ത. സോ നമ്മളിപ്പം നമ്മളൊരു കമ്പനിയിലോട്ടൊക്കെ വരുമ്പോൾ ഇതിനൊക്കെ പോകണം, നമ്മളെപ്പോഴും നോക്കുന്നത് എന്തായിരിക്കും? അതിന്റെ ഒരു പേയ്മെന്റ് വൗച്ചറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ? സോ നമ്മൾ എഴുതുമ്പോൾ നമ്മളൊരു ഓഡിറ്റിംഗ് ലാംഗ്വേജ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് പോയിന്റ് എഴുതുക. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മേക്കിംഗ് പേയ്മെന്റ് അഗെയിൻസ്റ്റ് ഫിറ്റീഷ്യസ് വൗച്ചേഴ്സ്. ഓതറൈസേഷൻ ഒന്നും ഇല്ല, ഓതറൈസ്ഡ് പേഴ്സൺ ഒന്നും സൈൻ ചെയ്തിട്ടില്ല, ചുമ്മാ ഒരു വൗച്ചർ ഉണ്ടാക്കിയിട്ട് ഇത്ര ഇന്നയാളുടെ പേര് എഴുതിയിട്ട് ഡെയിലി വേജ് വർക്കറാന്ന് പറഞ്ഞിട്ട് ഫിറ്റീഷ്യസ് വൗച്ചർ ഉണ്ടാക്കിയിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ് ഇന്ന ആൾക്ക് പേ ചെയ്തു എന്ന് കാണിക്കുക. ബട്ട് ആക്ച്വലി അങ്ങനെ ഒരാൾ ഉണ്ടാകത്തില്ല. ആ ക്യാഷ് ആരെടുക്കും? ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടന്റ് എടുക്കും. അതിനാണ് എന്ത് പറയുന്നത്? ഡിഫാൽക്കേഷൻ ഓഫ് ക്യാഷ്. മേക്കിംഗ് പേയ്മെന്റ്സ് against
fictitious vouchers. Fictitious vouchers. So just ഒരു വൗച്ചർ കാണിച്ചിട്ട് നമുക്ക് നോർമൽ സെനാരിയോയിൽ അവിടെ ഒരു രണ്ട് ക്രോസ് സൈനിങ് ഉണ്ടാവും, അക്കൗണ്ടിങ് ഹെഡ് ഉണ്ടാവും അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ഉണ്ടാവും, പിന്നെ അതിന്റെ ഒരു അത് ഓതറൈസ് ചെയ്യുന്ന ഒരാൾ സൈൻ ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ സൈൻ ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു പേര് എഴുതിയ ഡെയിലി വേജ് വർക്കറാന്ന് പറഞ്ഞ് എഴുതിയിട്ട് സോ ആ ഒരു പർട്ടിക്കുലർ അതോറിറ്റി ഇല്ലാത്തൊരു ദിവസം പാസ്സാക്കി ക്യാഷ് എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്താ പറയാം ഡീഫാൾക്കേഷൻ. ഇതൊക്കെ നോർമലി നമ്മൾ ഓഡിറ്റിന് പോകുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. സോ ചെറിയ എമൗണ്ട് ആയിരിക്കും, അതൊന്നും ഡെയിലി വേജ് വർക്ക് ഒരു ദിവസം 1000 രൂപയല്ലേ ഉള്ളൂ, അങ്ങനെ 360 ദിവസം എടുത്തു കഴിഞ്ഞാൽ അതൊരു ഹ്യൂജ് എമൗണ്ട് ആയി. ഓക്കെ, സോ സെക്കൻഡ് പോയിന്റ്. പിന്നെ എന്ത് പറയാം, സോ വൗച്ചറിൽ 1000 എന്നുള്ളത് ഒരു 0 കൂടി ഇട്ടിട്ട് 10,000 എന്നാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് മീൻസ് ഫിഗർ ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിച്ചിട്ട് പേയ്മെന്റ് നടത്താം. മേക്കിംഗ് പേയ്മെന്റ് അഗെയിൻസ്റ്റ് വൗച്ചർ. Vouchers, by inflating amounts. Then next one, manipulating total wage rolls. Manipulating total wage rolls. By including dummy workers. Actually അങ്ങനെ വർക്കേഴ്സ് ഒന്നും ഇല്ല, ആകെ 100 പേരായിരുന്നു അല്ലെങ്കിൽ 105 പേരായിരുന്നു വർക്കിന് വന്നത്, 108 പേരുണ്ടെന്നോ 110 പേരുണ്ടെന്നോ പറഞ്ഞു. എന്താണ് 5 പേരുടെ ചുമ്മാ പേര് എഴുതി. സോ അവിടെ പ്രത്യേകിച്ച് അവിടെ ഡെയിലി വേജസ് പോകുന്ന വലിയ വലിയ കമ്പനീസിലെല്ലാം അത്രത്തോളം ഉണ്ടാവും. നോർമലി 120 പേരുണ്ടാവും, കുറച്ച് ദിവസം 115 അപ്പോൾ ആയിരിക്കും 5 പേരെയും കൂടെ നോർമലി പെട്ടെന്ന് ആരും ശ്രദ്ധിക്കുള്ളൂ. 5 പേരുടെയും കൂടെ പേര് ഡമ്മി ചുമ്മാ എന്തെങ്കിലും പേര് എഴുതി വെച്ചാൽ അവർക്ക് അവിടെ പറഞ്ഞാല് ഈ പറഞ്ഞ ഒരു പേയ്മെന്റ് അവർക്ക് ബാങ്ക് ഉണ്ടാകത്തില്ല, അവർക്ക് ക്യാഷ് പേയ്മെന്റ് ആയിരിക്കും, അവർക്ക് ബാങ്ക് ഉണ്ടാകത്തില്ല, ബാങ്ക് പേയ്മെന്റ് ആയിരിക്കില്ല. സോ ദാറ്റ് മീൻസ് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് പേയ്മെന്റ് കൊടുത്താൽ. സോ അവിടെയൊക്കെ എന്താണ് ഇന്റേണൽ ഇത്ര പേരുണ്ടാകും എന്ന ഇത്ര പേര് ഇവിടെ വർക്കിനുണ്ട് എന്നുള്ള ഒരു ഇന്റേണൽ കൺട്രോൾ പ്രൊസീജിയർ അല്ലെങ്കിൽ ഇത്ര പേര് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു എന്ന് അവിടുന്ന് ഇത്ര പേരുണ്ടായിരുന്നു, ഫാക്ടറിയില് ഡെയിലി വേജ് വർക്കേഴ്സ് ഇത്ര പേരുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഫാക്ടറിക്കകത്തേക്ക് കയറുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും എല്ലാം അക്കൗണ്ടിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചില്ല എങ്കിൽ ഇങ്ങനെയുള്ള ഡീഫാൾക്കേഷൻ നടക്കും. Then last point, casting a large totals for petty cash expenditure. Casting a larger totals for petty cash expenditure. Petty cash expenditure and adjusting the excess in the totals of the detailed column. Detailed columns so that gross total shows agreement. So that gross totals shows agreement. So petty cash നായിട്ട് കൊടുത്തിരിക്കുന്നത് അത് എക്സ്പെൻഡിച്ചർ ലാർജർ ടോട്ടൽ ആയിട്ട് കാണിക്കുക. then adjusting excess total in the ഡീറ്റെയിൽഡ് കോളത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. സോ അപ്പോഴത്തേക്കും എന്താണ് ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും എന്താണ് ആ ടോട്ടൽ കോളം നോക്കി പെറ്റി ക്യാഷ് കുറേ ദിവസം ഉള്ളതുകൊണ്ട് ചെറിയ ഫിഗർ ആയിരിക്കും, അത് കറക്റ്റ് ആയിരിക്കും. ബട്ട് അതുപോലും നമ്മൾ ടോട്ടൽ ചെയ്ത് അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ഡെയിലി
ഉണ്ടായിരിക്കുന്ന എക്സ്പെൻഡിച്ചറിന് എന്തായാലും ഒരു വൗച്ചർ ഉണ്ടാവും. ആ വൗച്ചറുമായിട്ട് ക്രോസ് ചെയ്യും. സോ കുറേ ചെറിയ ചെറിയ എമൗണ്ട്സ് ആണ് നമുക്ക് ടോട്ടൽ കോളത്തിൽ എന്താണ് അത് ആ എക്സസ് എമൗണ്ട് കൂടെ കാണിച്ചിട്ട് ടോട്ടൽ കാണിക്കും. സോ ദാറ്റ് മീൻസ് നമ്മൾ ആ പെറ്റി ക്യാഷ് എക്സ്പെൻഡിച്ചർ ഇത്രയാണ് ഒരു ദിവസം, അല്ലെങ്കിൽ ഈ ആഴ്ച ഇത്രയാണ് ടോട്ടൽ നോക്കും നമ്മൾ. ഓരോ ദിവസത്തെ ഇത്രയാണ്, അതിന്റെ കറസ്പോണ്ടിങ് വൗച്ചറുമായിട്ടൊന്നും ക്രോസ് ചെറിയ ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് ചെക്ക് ചെയ്യത്തില്ല എന്ന പ്രതീക്ഷയിൽ ചെയ്യുന്നതാണെന്ത് ഈ പറയുന്ന പെറ്റി ക്യാഷ് എക്സ്പെൻഡിച്ചർ ഹൈക്ക് ചെയ്ത് കാണിച്ചിട്ട് ടോട്ടൽ ഡീറ്റെയിൽഡ് കോളത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഈക്വൽ ആക്കി വെക്കാം. സോ ഇതാണ് defalcation of cash in the inflating cash payments. Then next one, by suppressing cash receipts, by suppressing cash receipts. Another first point നോക്കാം. Taming and lading. Taming and lading. So ചിലപ്പോൾ theory question ആയിട്ട് ചോദിക്കാം taming and lading. Taming and lading മാത്രം theory ആയിട്ട് ചോദിക്കാം. Okay. Amount received from a customer being misappropriated comma also to prevent its detection. The money received from another customer subsequently being credited to the account of the customer who has paid earlier. Who has paid earlier. Full stop. Similarly, money received from the customer who paid thereafter being credited to. Similarly, money received from the customer who had paid thereafter. Was paid thereafter being credited to the account of second customer. Second customer.
and such a practice is continued. Such a practice is continued. So that no one account is outstanding. No one account is outstanding for payment for any length of time. Any length of time. Okay. Which may lead the management to either send out a statement of account to him or communicate with him. Communicate with him. Communicate with him. Cleaning and lading. So amount received from a customer being misappropriate, also to prevent its detection. So ഒരാളുടെ ഇന്ന് അയാൾക്ക് ക്രെഡിറ്റ് പോകുന്നത് എന്താണ്, അത് മിസ്അപ്രോപ്രിയേറ്റ്. രണ്ടാമത് ആളുടെ നിന്ന് വരുന്ന എന്ത് ചെയ്യും, അയാൾക്ക് ക്രെഡിറ്റ് ചെയ്യും. സോ ദാറ്റ് മീൻസ് ഒരു സെർട്ടൻ ഫണ്ട് വിൽ ബി ആരാണോ അങ്ങനെ ഒരു മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന അയാളുടെ കയ്യിൽ കാണും. സോ അവർക്ക് എന്താണ് പെട്ടെന്ന് തിരിച്ചറിയത്തില്ല, എന്താണ് ഒരു വലിയൊരു ലെങ്ത്തിലേക്കില്ല. സോ അവിടെ അയാൾ ചെയ്യുന്നത് ഏതെങ്കിലും ഇപ്പം അങ്ങനെ ഒരു ഫണ്ട് കിട്ടിയതിന് ശേഷം ഓൺലൈനിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു ദിവസം കൊണ്ട് എന്തെങ്കിലും ക്യാഷ് പറ്റാവുന്ന രീതിയിലുള്ള ഒരു ദിവസം കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലാണ് അയാൾ ട്രേഡ് ചെയ്യുക, അങ്ങനെ വല്ലതും ചെയ്തിട്ട് ആ ഒരു ഫണ്ട് എന്ത് ചെയ്യുക, നേരെ തിരിച്ചു കൊണ്ടിടുക. സോ ആക്ച്വലി ഇപ്പം അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ 5-ാം തീയതിയാണ് പേ ചെയ്യുന്നത്, അയാൾ സ്ഥിരമായിട്ട് 5-ാം തീയതിയാണ് ഡ്യൂ ആണെങ്കിലും 1-ാം തീയതി തന്നെ പേ ചെയ്യുന്ന രീതിയിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് പേ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ആക്ച്വലി ഡ്യൂ ഡേറ്റ് വരുന്ന 5-ാം തീയതി ആണെങ്കിൽ 4 ദിവസം. ഓക്കെ, സോ 4 ദിവസം മാത്രം മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാം. 5-ാം തീയതി കറക്റ്റായിട്ട് അടച്ചു കഴിഞ്ഞാൽ എന്താണ്, അയാൾക്ക് ഒരു തരത്തിലുള്ള പീനലൈസ് ചെയ്യത്തില്ല. ബട്ട് ആക്ച്വലി ഒറ്റടിക്ക് എന്താണ് ഇതറിയില്ല. സോ ആ കസ്റ്റമറും എന്ത് വിചാരിക്കും, ഞാൻ ഇത്ര ദിവസമാണ് ക്രെഡിറ്റ് ആകേണ്ടത്. സോ അങ്ങനെ അത് അല്ലെങ്കിൽ ആ ഒരു ഫണ്ട് വേറൊരു പർപ്പസിന് യൂസ് ചെയ്താൽ വേറൊരാളുടെ ഫണ്ട് ഇതാണ് 10-ാം തീയതി ഡ്യൂ ആകുന്ന ആളുടെ എന്താണ് ഇങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവരറിയാത്ത രീതിയിൽ കൊണ്ടുപോകും. ബട്ട് ഇത് എപ്പോഴേ അറിയുള്ളൂ, അവർ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ മാനേജ്മെന്റ് അങ്ങനെ ഡൗട്ട് തോന്നി ആക്ച്വലി അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ മാത്രമേ ഇങ്ങനെ ഒരു മിസ്അപ്രോപ്രിയേഷൻ നടന്നായിട്ട് അറിയുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്താണ് ആ ഒരു കസ്റ്റമർക്കൊന്നും തന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകില്ല. ബട്ട് എന്താണ് ഒരു വളരെ കുറഞ്ഞ പീരീഡിലേക്ക് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇല്ലീഗൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത്, ടീമിങ് ആൻഡ് ലേഡിങ്. ക്ലിയർ അല്ലേ? Okay. Then second one, defalcation of the second point, adjusting unauthorized or fictitious rebates. Adjusting unauthorized or fictitious rebates, allowances, discounts.
etc. to customer's account and misappropriating amounts paid by them. So ഇല്ലാത്ത ചാർജസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമറിൽ നിന്ന് മേടിക്കുക, എന്നിട്ട് ഇല്ല അതെന്ത് ചെയ്യും, ആ അഡീഷണൽ ആയിട്ട് മേടിച്ച എന്താണ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ഡിഫാൾക്കേഷൻ ഓഫ് ക്യാഷിൽ വേറൊന്നും. The next one, writing off as debts in respect of such balances against which cash has already been received. Already been received but has been misappropriated. Has been misappropriated. So നമ്മൾ വലിയ എപ്പോഴും ക്രെഡിറ്റ് സെയിൽസ് ഒക്കെ നടത്തുകയാണെങ്കിൽ ഇപ്പം 10,000 ഉണ്ടായിരുന്നു, സോ 9,500 ആണ് അവർ പേ ആദ്യം അതായിരിക്കും നേരിച്ച് പേ ചെയ്തു, ബട്ട് 500 പിന്നീട് പേ ചെയ്യാമെന്ന് പറഞ്ഞു. സോ പിന്നീട് അവർ പേ ചെയ്ത് കാണും, ബട്ട് അക്കൗണ്ടന്റ് നോർമലി വലിയ വലിയ എൻറ്റിറ്റീസിനൊക്കെ എന്താവും ഒരു ഹ്യൂജ് ഒരു 10,000 20,000 ഒക്കെ എന്തായിരിക്കും ബാഡ് ഡെറ്റ്സ് വെച്ചോണ്ടിരിക്കില്ല, 500 രൂപയിലുള്ള കുഴപ്പമില്ല, അവർ ഡിസ്കൗണ്ട് പോലെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് റൈറ്റ് ഓഫ് ചെയ്യും. ബട്ട് ആക്ച്വലി എന്തായിരിക്കും അവർ പേ ചെയ്തിട്ടുണ്ടാവും, ഈ അക്കൗണ്ടന്റ് എന്ത് ചെയ്യും, അത് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് കാണിക്കും, ബാഡ് ഡെറ്റ്സ് റൈറ്റ് ഓഫ്. സോ ചെറിയ ചെറിയ ഫിഗർ ആയിരിക്കും, ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അവർ റൈറ്റ് ഓഫ് ചെയ്യാനായിരിക്കും മാനേജ്മെന്റ് പറയുന്നത്, ബട്ട് ആക്ച്വലി അവർ ചിലപ്പോൾ എന്തായിരിക്കും ക്യാഷ് ആയിട്ട് അത് പേ ചെയ്തിട്ടുണ്ടാകാം, അതെന്താണോ ഈ പറയുന്ന അക്കൗണ്ടന്റ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? The next one, not accounting for cash sales fully. Not accounting for cash sales fully. Not accounting for cash sales fully. The next one, not accounting for miscellaneous receipts. Example, scrap sale, etc. Scrap sale, the next one, writing down assets value. Writing down assets value, comma, selling them subsequently and misappropriating the proceeds. Misappropriating the proceeds. Third major method ആണ് ഡിഫാൽക്കേഷൻ അകത്ത് വരുന്നത്. സോ 3 രീതിയാണ് inflating cash payment by suppressing cash receipts എന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരുന്നത്. Then third one, by casting wrong totals in the cash book.
by casting wrong totals in the cash book. By casting wrong totals in the cash book. So fraud എന്താന്ന് പറഞ്ഞു. എത്ര ടൈപ്പ് ഉണ്ട് fraud? Fraudulent financial reporting and misappropriation of assets. Misappropriation assets nathan nammal രണ്ടിലും misappropriation of goods and defalcation of cash. Okay. Defalcation of cash ലാണ് first one ആണ് inflating cash payment by suppressing cash receipts. അതിനകത്താണ് നമുക്ക് ഒരു ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ വരാവുന്നതാണ് ടീമിംഗ് ആൻഡ് ലേഡിംഗ്. Then next one എന്താണ് last point by casting wrong totals in the cash book. Okay. Then next head ആയിട്ട് കൊടുക്കുക responsibilities. Okay. Responsibilities. Responsibilities for prevention and detection. Responsibilities for prevention and detection of errors and frauds. Errors and frauds. Important. First point. So നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ഫ്രോഡ് ഉണ്ടാകാതിരിക്കുക എറർ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ ഓഡിറ്റ് to express an opinion on the financial statement. Okay, secondary അല്ലെങ്കിൽ ancillary വരത്തുള്ള എന്താണ്? Prevent. Okay, so financial statements gives a true and fair view. Materially misstated അല്ല എന്ന് ഒരു റീസണബിൾ അഷുറൻസ് കൊടുക്കാനേ പറ്റുള്ളൂ. സോ പ്രൈമറിലി ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? എൻ്റെ എൻറ്റിറ്റിയിൽ ഫ്രോഡ് അല്ലെങ്കിൽ എറർ ഉണ്ടാവില്ല എന്നുള്ളത് പ്രൈമറി എന്താണ്? മാനേജ്മെന്റ് അല്ലെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പ്രൈമറി റെസ്പോൺസിബിലിറ്റി for prevention and detection of fraud. Prevention and detection of fraud and errors is of management and TCWG, those charged with governance. For this purpose, management must have commitment to create
commitment to create a culture of integrity and ethical behavior. Integrity and ethical behavior. Second point. Auditor is responsible to obtain reasonable assurance Auditor is responsible to obtain a reasonable assurance that financial statements as a whole, free from material misstatements, free from material misstatements, whether due to error or fraud. Okay, next point. So management is responsible, so detect and prevent errors and frauds in the financial statement. Primary responsibilities with management. So അങ്ങനെ ഒരു കൾച്ചർ കൊണ്ടുവരിക. സോ എന്താണ് സത്യസന്ധരായിട്ട് തന്നെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു, അതായത് മാനേജ്മെന്റ് അത്രത്തോളം നല്ല രീതിയിൽ അവരോട് നിന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, അവരത്ര സത്യസന്ധതയോട് കൂടി എന്താണ് എംപ്ലോയീസ് വർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു കൾച്ചർ കൊണ്ടുവരിക. അവർക്ക് എന്താണ് അഡിക്വേറ്റ് ആയിട്ടുള്ള പേയ്മെന്റ്സ് കൊടുക്കുക, ആവശ്യമില്ലാത്ത പ്രഷറൈസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലൂടെ എങ്ങനെയാണ് അവിടെ ഒരു കൾച്ചർ കൊണ്ടുവരിക. ദെൻ ദാറ്റ് മീൻസ് എന്താണ്, ഒരു തരത്തിലുള്ള ഫ്രോഡ് അല്ലെങ്കിൽ എറേഴ്സ് സംബന്ധിക്കുന്ന ഫ്രോഡ് ഒന്നും സംഭവിക്കാതിരിക്കാൻ എന്താണ് മാനേജ്മെന്റിന് ഒരു കൾച്ചർ കൊണ്ടുവരാം. ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷുറൻസ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് എ ഹോൾ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ്. സോ എല്ലാ ഫ്രോഡും എല്ലാ എററും കണ്ടുപിടിച്ച് തരാം എന്ന് ആര് പറയുന്നില്ല? ഓഡിറ്റർ പറയുന്നില്ല. സോ ഞാൻ നോക്കിയത് പ്രകാരം ഞാൻ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഒന്നുമില്ല, ട്രൂ ആൻഡ് ഫെയർ വ്യൂ തരുന്നുണ്ട് എന്നുള്ള ഒരു ഒപ്പീനിയൻ കൊടുക്കുക എന്നാണ് ഓഡിറ്ററുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി. Then next one. For this purpose, auditor is required to maintain സോ നമ്മൾ SA200 കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീങ് അലേർട്ട് ടു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡ്. അതിന് എന്താണ് പറയുന്നത്? എന്താണ് ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ട് SA200. എന്ത് ആറ്റിറ്റ്യൂഡാണ്? Professional skepticism. Maintain an attitude of professional skepticism. Being alert to. Okay. So അവിടെ ഫ്രോഡ് ഉണ്ട് എന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടാൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞ് ഞാൻ പോകത്തില്ല. എന്താണ്
ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അലേർട്ടായിട്ട് കൂടുതലായിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഇനിഷ്യേറ്റ് ചെയ്ത് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു ഏരിയയിൽ മാത്രമേ നടന്നിട്ടുള്ളൂ, എൻറ്റിറ്റി ആസച്ച് നടന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ അവിടുന്ന് എൻ്റെ ഒപ്പീനിയൻ ബേസ് ചെയ്ത് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്തത്. അതിനാണ് എന്ത് പറയുന്നത്, പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. Then next one. Auditor may identify the circumstances or events that creates doubt as to possibility of some misstatements Then auditor should perform appropriate procedures to conclude whether misstatements in the financial statements exist. So very important. So എന്തെങ്കിലും circumstances ഉണ്ടെങ്കിൽ auditor possibility of misstatement ഉണ്ടെങ്കിൽ auditor additional procedures അല്ലെങ്കിൽ appropriate procedures perform ചെയ്ത് എന്ത് ഉറപ്പുവരുത്തണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ മിസ്സ്റ്റേറ്റ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Then next point. If misstatement exists then determine materiality of identified misstatement. Materiality of identified misstatement. Materiality of identified misstatement. Then next point. If misstatement is material, whether the material misstatement
whether the material misstatement is due to fraud. Okay. So essay 240 പ്രകാരം നമ്മൾ നോക്കാണ്. So normally financial statementsile fraud error illa enna primary responsibility ആരുടെയാണ്? മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ those charged with the governance-ന്റെ ആണ്. Then auditor reasonable assurance ആണ്. So അതിനു വേണ്ടിയിട്ട് എന്താണ്? Auditor professional skepticism, maintaining an attitude of questioning mind, being alert to situation. Then എന്തെങ്കിലും പോസിബിൾ സർക്കംസ്റ്റാൻസസ് കണ്ടാൽ ഓഡിറ്റർ എന്ത് അത് അഡീഷണൽ പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു മിസ്റ്റേറ്റ്മെന്റ് ആണോ, മിസ്റ്റേറ്റ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ ആണോ, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇനി എന്തറിയണം, അത് ഫ്രോഡ് ഇന്റൻഷണൽ മിസ്റ്റേറ്റ്മെന്റ് ആണോ, മനഃപൂർവ്വം ഡിസീവ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണോ ഈ ഒരു മിസ്റ്റേറ്റ്മെന്റ് എന്ന് ഓഡിറ്റർ അസർട്ടൈൻ ചെയ്യണം. ഓക്കെ, സോ രണ്ട് രീതിയിലാകാം. ഡ്യൂ ടു ഫ്രോഡ് ആണ്, ഒന്നുകിൽ നോ ആകാം, അല്ലെങ്കിൽ യെസ് ആകാം. ഓക്കെ, സോ അത് ഫ്രോഡ് മൂലമല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? എറർ ആയിരിക്കും. എറർ ആയിരിക്കും. ദെൻ ഒരു എറർ കണ്ടാൽ, ഓഡിറ്റർ കണ്ടാൽ നോർമലി ഓഡിറ്റർ എന്ത് ചെയ്യും? ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഇസ് ദയർ, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. സോ എറർ കണ്ടാൽ എന്ത്? എറർ ആണെങ്കിൽ ആരാ ഓഡിറ്റർ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മൾ 450 പറഞ്ഞ പോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? റിക്വസ്റ്റ് മാനേജ്മെന്റ്. നമ്മള് പിന്നെ മാനേജ്മെന്റ് അവർ എഗ്രിയിൽ അങ്ങനെ എഴുതാൻ നിൽക്കണ്ട. റിക്വസ്റ്റ് റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആരെ അറിയിക്കും? അപ്രോപ്രിയേറ്റ് മാനേജ്മെന്റ്. സോ മാനേജ്മെന്റ് എസ്കലേറ്റ് ചെയ്യും, അതിനുശേഷം TCW, അങ്ങനെയാണ് നമ്മുടെ ഫോർം ഇത് വരുന്നത്. എറേഴ്സ്. ഓക്കെ, റിക്വസ്റ്റ് ഫോർ അല്ലെങ്കിൽ റിക്വസ്റ്റ് മാനേജ്മെന്റ്, അപ്രോപ്രിയേറ്റ് റിക്വസ്റ്റ് ഫോർ റെക്ടിഫിക്കേഷൻ, അപ്രോപ്രിയേറ്റ് മാനേജ്മെന്റ്. ദെൻ പിന്നെ നമുക്ക് SA 450 എന്തായിരുന്നു പറഞ്ഞിരുന്നത്? SA 450 സോ ഇങ്ങനെ ഒരു മിസ്റ്റേറ്റ്മെന്റ് കണ്ടു, മാനേജ്മെന്റ് അറിയിച്ചു, മാനേജ്മെന്റ് തിരുത്തിയില്ല എങ്കിൽ നമ്മൾ എന്തിലോട്ട് പോകും? അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ് ഇഫ് മെറ്റീരിയൽ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ്, അത് ഫ്രോഡ് അല്ല, എറർ ആണെങ്കിൽ മാനേജ്മെന്റിന് കൊടുത്തു. ഇഫ് അൺകറക്റ്റഡ് requirements of SA 450. So identified during the course of audit. So അത് അൺകറക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും. മോഡിഫൈഡ് ഒപ്പീനിയൻ. ക്ലിയർ? എറർ ആണെങ്കിൽ. Sir. Okay. So ഇവിടെ yes ആണെങ്കിൽ that means material misstatement due to fraud. That means due to fraud. Due to fraud. Material misstatement due to fraud. Then ആ scenario communicate with management, then communicate with TCWG, those charged with the governance.
then communicate to regulatory authority if required by law. If required by law. Then evaluate its impact on financial statements and audit. സോ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചായിരുന്നു. നമ്മൾ കമ്പനി ഓഡിറ്റ് പഠിച്ചപ്പോൾ സെക്ഷൻ 143 സബ്സെക്ഷൻ 12 എന്തായിരുന്നു? റിപ്പോർട്ടിംഗ് ഓഫ് ഫ്രോഡ്. റിപ്പോർട്ടിംഗ് ഓഫ് ഫ്രോഡ് അല്ലെ. സോ അതിനകത്തൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. സോ റൂൾ 13 പ്രകാരം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതോ അതിന് മുകളിലോ ആണെന്നുണ്ടെങ്കിൽ ആരോട് വരും? MCAക്കും എല്ലാം റിപ്പോർട്ടിങ് പോകും. ആ സെനാരിയോ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോർമലി ഫ്രോഡ് കണ്ടാൽ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഫ്രോഡ് കണ്ടാൽ മാനേജ്മെന്റിനോട് പറയും. മാനേജ്മെന്റ് അത് റെക്ടിഫൈ ഇല്ലെങ്കിൽ ദോസ് ആർ വിത്ത് ഗവേണൻസ്. ദെൻ അതിന്റെ ഇമ്പാക്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ അസർട്ടൈൻ ചെയ്യും. Then next head കൊടുക്കാം. സാറേ ഈ ഗവേണൻസ് എന്ന് പറയുന്നത് ദോസ് ചാർജ് വിത്ത് ഗവേണൻസ് എന്താന്നുള്ളത് നമ്മള് അതിന്റെ ഡെഫിനിഷൻ തന്നെ നമ്മളിപ്പം 250 കഴിഞ്ഞാൽ 260ലും 265ലും നമ്മൾ 260ൽ ഇൻഡെപ്ത് ആയിട്ട് മാനേജ്മെന്റ് എന്താണെന്നും ദോസ് ചാർജ് വിത്ത് ഗവേണൻസ് എന്താണെന്നും ഡിസ്കസ് ചെയ്യും. ഓക്കെ. ഒന്നുമില്ല, നമ്മുടെ ഹയർ അതോറിറ്റി എന്നുള്ള, പക്ഷെ അവിടെ കറക്റ്റ് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് മാനേജ്മെന്റ്, എന്താണ്. സോ അല്ലെങ്കിൽ തോന്നും എന്താണ് ഈ ദോസ് ചാർജ് വിത്ത് ഗവേണൻസ്. നോർമലി എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്. സോ നമ്മൾ 260, 265 ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനെല്ലാം ദോസ് ചാർജ് വിത്ത് ഗവേണൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, മാനേജ്മെന്റിനെ കുറിച്ചും പറയുന്നുണ്ട്, അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്താണെന്ന്. ഓക്കെ, ഇവിടെ പറഞ്ഞാൽ പറയാം. നെക്സ്റ്റ് വൺ, withdrawal from engagement. Withdrawal from engagement. If the auditor concludes that due to uncertainties involved or other factors, due to uncertainties involved or due to other factors, he is not able to continue. So other factors വേണമെങ്കിൽ limitations imposed ആകാം. other factors വേണമെങ്കിൽ ബ്രാക്കറ്റിൽ limitations imposed അല്ലെങ്കിൽ restriction on scope. Limitations imposed by management. Restriction on scope ആണ്. or not able to determine the effect
the effect of fraud on financial statements. Okay, so auditor മനസ്സിലായി there is a fraud, but actually എത്ര ഒരു ഇമ്പാക്ട് എത്രയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഹയർ ലെവൽ അതോറിറ്റി ആണ് ആ ഫ്രോഡിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് എങ്കിൽ നോട്ട് ഏബിൾ ടു ഡിറ്റർമൈൻ the effect of fraud on financial statements. Auditor may resign from the engagement. And report to appropriate authority. Report to appropriate authorities. So നമ്മുടെ കമ്പനി ഓഡിറ്റില് ഓഡിറ്റർ ടെന്യൂറിന് മുമ്പ് അല്ലെ, സോ ഓഡിറ്റർ ഇപ്പോൾ 139 സബ്സെക്ഷൻ 2 പ്രകാരം ഓഡിറ്റർ ഇത്ര വർഷത്തേക്കായിരിക്കും, അല്ലെങ്കിൽ ഫേം ഓഫ് ഓഡിറ്റേഴ്സ് ആണെങ്കിൽ ഇത്ര വർഷത്തേക്കായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത് ഓഡിറ്റർ ബൈ റൊട്ടേഷൻ ആണെങ്കിൽ. ബട്ട് ബിഫോർ ഹിസ് ടെന്യൂർ ഓഡിറ്റർക്ക് തോന്നുകയാണ് എന്താണ് ഇവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല, ഫ്രോഡ് നടക്കുന്നുണ്ട്, ഒന്നുകിൽ അത് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം, അല്ലെങ്കിൽ ആക്ച്വലി എനിക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ എന്റെ സ്കോപ്പില് ഇവരെ കൊണ്ട് മാനേജ്മെന്റ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തിരിക്കുകയാണ്. ആ കേസിൽ ഓഡിറ്റർ എന്ത് ചെയ്യും? റിസൈൻ ചെയ്യും. അങ്ങനെ വരിക ഏത് സെക്ഷൻ പ്രകാരമായിരിക്കും ഓഡിറ്റർ റിസൈൻ ചെയ്യുന്നത്? 140 അല്ലെ, സെക്ഷൻ 140 അല്ലെ, സബ്സെക്ഷൻ 2 പറയുന്നുണ്ട് ഓഡിറ്റർ 30 ഡേയ്സിനുള്ളിൽ ആരെ അറിയിക്കണം? കമ്പനി അറിയിക്കണം. ADT 3 30 ഡേയ്സില് കമ്പനി ROC അറിയിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട് സെക്ഷൻ 140. അതാണ് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ ഓഡിറ്റർ അറിയിച്ചിരിക്കണം. അതാണ് എന്ത് പറയുന്നത്? വിഡ്രോവൽ ഓഫ് എൻഗേജ്മെന്റ്. സോ ഇന്ന് ഡിസ്കസ് ചെയ്ത പോർഷൻ ഏരിയാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? സോ ഇതിനകത്ത് കുറച്ച് തിയറിയും കൂടെ ഉള്ള ഒരു ചാപ്റ്റർ ആണിത്. ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി, ഫെയിലിയർ ടു ഡിറ്റക്ട് ഫ്രോഡ്, ദെൻ ഫ്രോഡ് റിസ്ക് ഫാക്ടർ, കണ്ടീഷൻസ്, രണ്ട് കാര്യങ്ങളുണ്ട്. ദെൻ ഒരു 240 ഒരു ചാപ്റ്റർ പോലെ നമുക്ക് ഒരു ഫോമാറ്റിലൂടെ വരയ്ക്കാം. ഈ ചാപ്റ്റർ തീർന്നു. പ്ലസ് 250 നമ്മൾ ഈ പറഞ്ഞ 265, 260 ആൻഡ് 265 ആണ് 200 സീരീസിലുള്ളത് റിമൈനിങ് എസ്ഐസ് ഉള്ളത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒന്ന് പറയാം. മെയിൻ ആയിട്ട് എന്തായിരുന്നു? ഫ്രോഡ് എന്താന്ന് പറഞ്ഞു അല്ലെ. സോ മിസ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഇന്ന് മിസ്റ്റേറ്റ്മെന്റ് നമ്മൾ രണ്ടായിട്ട് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു മിസ്റ്റേറ്റ്മെന്റ്? ഏതൊക്കെ രീതിയാകാം? അൺഇന്റൻഷണൽ, അല്ലെ, അൺഇന്റൻഷണൽ, അൺഇന്റൻഷണൽ, ഇന്റൻഷണൽ, ഇന്റൻഷണൽ. സോ അൺഇന്റൻഷണൽ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കുറെ കാര്യങ്ങൾ തിയറി ബേസ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരു essay 240 ബേസിസിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്തുമാത്രം മതി? ഇന്റൻഷണൽ, അതിനെയാണ് എന്ത് പറയുന്നത്? ഫ്രോഡ്. സോ essay 240 ബാക്കിയെല്ലാം നമുക്കൊരു ഓഡിറ്റിൽ വരുന്നതാണ്. അത് എന്ത് ടൈപ്പ് ഓഫ് ഫ്രോഡ് ആണ്? എന്തൊക്കെയായിരുന്നു 2 ടൈപ്സ് ഓഫ് ഫ്രോഡ്സ്? എങ്ങനെയൊക്കെയായിരുന്നു? fraudulent financial reporting and misappropriation of asset. Okay, so നമ്മൾ കണ്ടു ഒരു മിസ്റ്റേറ്റ്മെന്റ് കണ്ടു, അത് അൺഇന്റൻഷണൽ ആണെങ്കിൽ ഓഡിറ്റർ എന്ത് പറയും? അത് എറർ ആണ്. ഓക്കെ, സോ എറർ ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യും? നോർമലി എറർ കണ്ടു, അത് മിസ്റ്റേറ്റ്മെന്റ് ആണ്, എറർ കണ്ടു, അത് ആരെ അറിയിക്കും? മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ TCWG അല്ലെ, അപ്രോപ്രിയേറ്റ് മാനേജ്മെന്റ്. സോ അത് കറക്റ്റ് ചെയ്യില്ല, അൺകറക്റ്റഡ് ആൻഡ് മെറ്റീരിയൽ. സോ അങ്ങനെ അൺകറക്റ്റഡ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ essay 450 പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? റിപ്പോർട്ട് ചെയ്യും. ദെൻ ഫ്രോഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ, സോ ഇന്റൻഷണൽ ആണ്, അത് ഫ്രോഡ് ആണ് അല്ലെ, മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് ഇന്റൻഷണൽ ആണ്, അത് ഫ്രോഡ് ആണ്, അതൊരു മെറ്റീരിയൽ
സോ ഫ്രോഡ് ആണെങ്കിൽ നമ്മൾ ആരെ അറിയിക്കും? മാനേജ്മെന്റിനെ അറിയിക്കും റെക്ടിഫൈ ചെയ്യാനായിട്ട്. മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്താണ് TCWG അറിയിക്കും റെക്ടിഫൈ ചെയ്യാനായിട്ട്. ഇവര് റെക്ടിഫൈ ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു ഫ്രോഡ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എങ്ങനെ പോകും? മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഫ്രോഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഡ്വേഴ്സ് ഒപ്പീനിയൻ അല്ലെ, ഒരു മോഡിഫൈഡ് ഒപ്പീനിയൻ അതിനകത്ത് തന്നെ അഡ്വേഴ്സ് ഒപ്പീനിയനിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഓഡിറ്റർ അതിനുശേഷം അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുത്തു കഴിഞ്ഞാൽ ഓഡിറ്റർ നോർമലി എന്ത് ചെയ്യും? റിസൈൻ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ കണക്ഷൻ ആണ് നമ്മൾ ഇവിടെ പറയുന്നതല്ല. അത് നമ്മൾ എന്താണ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 140 പ്രകാരം ഓഡിറ്റർ അവിടെ ഒരു കാഷ്വൽ വേക്കൻസി വരും അല്ലെ. അതിനെ കാഷ്വൽ വേക്കൻസി എന്നല്ല പറഞ്ഞത്, റെസിഗ്നേഷൻ. സോ റെസിഗ്നേഷൻ കാഷ്വൽ വേക്കൻസിയുടെ സെക്ഷൻ ഓർമ്മയുണ്ടോ? കാഷ്വൽ വേക്കൻസി സെക്ഷൻ കമ്പനി ഓഡിറ്റ് കാഷ്വൽ വേക്കൻസി സെക്ഷൻ 139 subsection 8 ആണ്. സെക്ഷൻ 139 സബ്സെക്ഷൻ 8 ആണ്. കാഷ്വൽ വേക്കൻസി ഡ്യൂ ടു റെസിഗ്നേഷൻ ആണെങ്കിൽ ആരായിരിക്കും റെസിഗ്നേഷൻ? ഡ്യൂ ടു റെസിഗ്നേഷൻ ആണെങ്കിൽ കാഷ്വൽ വേക്കൻസി ഫിൽ ചെയ്യുന്ന ആരായിരിക്കും? സോ കാഷ്വൽ വേക്കൻസീസ് നോർമൽ സെനാരിയോയിൽ ആരാണ് കാഷ്വൽ വേക്കൻസി ഫിൽ ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബട്ട് ഡ്യൂ ടു റെസിഗ്നേഷൻ ആണെന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നോമിനേറ്റ് ചെയ്യുന്നത് ആരംഗീകരിക്കണം? മെമ്പേഴ്സ് അംഗീകരിച്ചാൽ മാത്രമേ. ബിക്കോസ് ഡ്യൂ ടു റെസിഗ്നേഷൻ ദാറ്റ് മീൻസ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റുമായിട്ട് എന്തോ ഒരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഫ്രോഡ് കണ്ടുപിടിച്ചത് കൊണ്ടാകാം ഇങ്ങനെ ഒരു റെസിഗ്നേഷൻ വേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ റെസിഗ്നേഷൻ കേസിൽ 139 സബ്സെക്ഷൻ 8 ഒരു അഡീഷണൽ പോയിന്റ് കൂടെ വരുന്നു. ക്ലിയർ അല്ലേ? സോ മിസ്റ്റേറ്റ്മെന്റ് അൺഇൻറ്റൻഷണൽ ആണെങ്കിൽ എറർ, ഇന്റൻഷണൽ ആണെങ്കിൽ ഫ്രോഡ്. Fraud 2 types: fraudulent financial reporting and misappropriation of assets. Misappropriation of assets in the country, misappropriation of goods. Then second one, defalcation of cash. ഒന്നെങ്കിൽ ഇൻഫ്ലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാനകത്ത് എന്താണ് ടീമിങ് ആൻഡ് ലീഡിങ് വരുന്നത്. ദെൻ ടോട്ടൽസിനകത്ത് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന സെനാരിയോ. ദെൻ 240 പ്രകാരമുള്ളതാണ്. നമ്മൾ അടുത്ത ദിവസം ഒരു ചാർട്ട് കൂടെ വരയ്ക്കും. അതിന്റെ 240 പ്രകാരം എങ്ങനെയാണ് പോകുന്നുള്ള ജസ്റ്റ് ഒരു ചാർട്ട് കൂടെ. സ്റ്റേറ്റ്മെന്റ് എറർ. സോ 240 പ്രകാരം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ നമുക്കിനി ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ തിയറി ബേസ്ഡ് ചാപ്റ്റർ ആണ്. 240 മാത്രമാണ് നമുക്ക് ഒരു എസ്സേ ഇത് വരുന്നത്. ദെൻ ഓഡിറ്റഡ് റെസ്പോൺസിബിലിറ്റി, ഫ്രോഡ് കണ്ടുപിടിക്കാൻ ഫെയിലിയർ ആണെന്നുണ്ടെങ്കിലുള്ള റെസ്പോൺസിബിലിറ്റി കേസ്, ഫ്രോഡ് റിസ്ക് ഫാക്ടർ എന്നുള്ള ഒരു കേസ്, കണ്ടീഷൻസ് ഫോർ ഇവന്റ്സ് which increases the risk of fraud. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ റിമൈനിങ് പോർഷൻ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് റിപ്പോർട്ടിംഗ് ഓഫ് ഫ്രോഡ് അണ്ടർ കമ്പനീസ് ആക്ടും കാരോ 2020 എന്ന് പറഞ്ഞാണ് മെറ്റീരിയൽ കിടക്കുന്നത്. ബട്ട് നമുക്ക് ആപ്ലിക്കബിൾ ആകുന്നത് 2016 ആണ്. സോ റിപ്പോർട്ടിംഗ് ഫ്രോഡ് അണ്ടർ കമ്പനീസ് ആക്ട് പറയുന്നത് പക്ക എന്താണ്? 143 സബ്സെക്ഷൻ 12 റൂൾ 13 അതാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു 1 crore അതോ അതിന് മുകളിലേക്കുള്ള അതിന് താഴെയുള്ള സെനാരിയോ ആണ് പറയുന്നത്. അല്ലാത്ത കേസിനകത്തല്ല. സോ ആ ഒരു സെനാരിയോ വന്നാൽ മാത്രം നേരെ കമ്പനി ആണെങ്കിൽ 143 സബ്സെക്ഷൻ 12 വരും. അതർവൈസ് ഫ്രോഡ് ആണെന്നുണ്ടെങ്കിൽ 240 പ്രകാരം ഫ്രോഡാണ്. ഓഡിറ്റർ ഉണ്ട് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഓഡിറ്റർ എന്താണ് എന്തെങ്കിലും ഒരു ഡൗട്ട്ഫുൾ സെനാരിയോ വന്നാൽ ഓഡിറ്റർ അഡീഷണൽ പ്രൊസീജിയർ ചെയ്ത് അതൊരു മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ മിസ്റ്റേറ്റ്മെന്റിന്റെ കാരണം എറർ ആണോ ഫ്രോഡ് ആണോ, അൺഇൻറ്റൻഷണൽ ആണോ ഇൻറ്റൻഷണൽ ആണോ? സോ ഫ്രോഡ് ഇന്റൻഷണൽ ആണെങ്കിൽ ഫ്രോഡ് ആരെ അറിയിക്കാം? മാനേജ്മെന്റിനോട് പറയാം ഇത് ഫ്രോഡ് നടന്നിട്ടുണ്ട്, തിരുത്തണം. സോ മാനേജ്മെന്റ് ഓൾറെഡി ഇൻവോൾവ് ആണ്, തിരുത്തില്ല. അതുകൊണ്ട് എന്ത് പറയും? TCWG ദോസ് ചാർജ് വിത്ത് ഗവേണൻസ് നിക്കൽപോട്ട് പറയും there is a fraud, intentionally mistake. സോ TCWG ഇതിൽ ഇൻവോൾവ് ആണ്, അവർ പറയും തിരുത്തില്ല. സോ ഓഡിറ്റർ എന്ത് ചെയ്യേ പറ്റത്തുള്ളൂ? ഓഡിറ്റർക്ക് അല്ലെ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പറയാൻ പറ്റുമോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഗീവ്സ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയാൻ പറ്റുമോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബിക്കോസ് ഓഫ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മാറ്റേഴ്സ് പ്രിസ്ക്രൈബ്ഡ് ഇൻ സോ ആൻഡ് സോ പാരഗ്രാഫ് the financial statements does not give a true and fair, that means adverse opinion. പിന്നെ അവിടെ നിൽക്കില്ല. ഓഡിറ്റർ എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും, റിസൈൻ ചെയ്യും ആണ്. അപ്പൊ നമ്മൾ കണ്ട പിന്നെ കണക്ഷൻ ആണ്. റിസൈൻ ചെയ്താൽ there is a casual vacancy. സോ റിസൈൻ ചെയ്യുന്നത് സെക്ഷൻ 140 ആണ്, സബ്സെക്ഷൻ 2 ആണ്.
എഡിറ്ററിയിൽ ഇന്ന ആൾക്കാരെ അറിയിക്കണം എന്നുള്ള ഓഡിറ്ററുടെ പാർട്ടിലുള്ള ഡ്യൂട്ടിയാണ്. ചുമ്മാ അങ്ങ് റിസൈൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല. റിസൈൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ അതോറിറ്റീസിനെയൊക്കെ അറിയിക്കണം. പ്ലസ് അങ്ങനെ ഒരു റിസിഗ്നേഷൻ വന്നാൽ കാഷ്വൽ വേക്കൻസി. മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തിട്ടാണോ റിസൈൻ ചെയ്യുന്നത്? മോഡിഫൈ അവിടെ ഉറപ്പായിട്ടും മോഡിഫൈഡ് ഒപ്പീനിയൻ ഇൻ ദ സെൻസ് അഡ്വൈസ് ഒപ്പീനിയൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോർമൽ സെനാരിയോയില് പിന്നീട് ഒരു സ്മൂത്ത് ആയിരിക്കില്ല. അഡ്വൈസ് ഒപ്പീനിയൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആയിട്ട് ഓഡിറ്ററുടെ ഒരു പിന്നീടുള്ള ഇത്. സോ ദാറ്റ് മീൻസ് അഡ്വൈസ് മെമ്പേഴ്സിന് കൊടുക്കുകയാണ്. അവർ തിരുത്തിയില്ല. ദാറ്റ് മീൻസ് അവർ ഒപ്പോസ് ചെയ്തു. ദേ ആർ നോട്ട് മാനേജ്മെന്റ് നോട്ട് റെഡി ടു റെക്ടിഫൈ. DCWG ഓൾസോ നോട്ട് റെഡി ടു റെക്ടിഫൈ. ആ സെനാരിയോയിൽ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? എന്നെ അപ്പോയിന്റ് ചെയ്താരാണ്? മെമ്പേഴ്സ്. സോ അവരെ റിപ്പോർട്ട് ചെയ്യുന്നു. പ്ലസ് ആരൊക്കെ ഈ പറയുന്ന ഫ്രോഡ് ഇതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും? ഈ 1 crore വന്നു കഴിഞ്ഞാൽ MCA അവിടെയും എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് നമ്മുടെ ഓഡിറ്റർ സ്മൂത്ത് ആയിട്ട് ഓഡിറ്റർക്ക് തുടരാൻ പറ്റില്ല. ആ സെനാരിയോയിൽ ഓഡിറ്റർ എന്തേ ചെയ്യത്തുള്ളൂ? പിന്നെ അല്ലെ സോൾവേഴ്സ് ഒപ്പീനിയൻ കൊടുത്ത പിന്നെ ഒരു ഇത്തവണ തിരുത്തിയിട്ടില്ല. അടുത്ത തവണ അപ്പൊ എന്താണ് ഞാൻ ചെന്നാലും വീണ്ടും തിരുത്തില്ല. എപ്പോഴും അഡ്വൈസ് ഒപ്പീനിയൻ കൊടുക്കാനായിട്ട് ഓഡിറ്റർ നിൽക്കില്ല. ആ സെനാരിയോയിൽ എന്ത് ചെയ്യും? ഓഡിറ്റർ വിഡ്രോ ചെയ്യും. ഉടക്കണം എന്ന് തന്നെ പറയാം. ഇനി അവിടെ നിന്നാല് ഒരു ഒപ്പീനിയനും കൊടുക്കാതെ റിസൈൻ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് പറയുന്ന മെറ്റീരിയൽ ദർ ഈസ് എ ഫ്രോഡ്. ഫ്രോഡ് കണ്ടു മാനേജ്മെന്റ് തിരുത്താൻ പറഞ്ഞു. മാനേജ്മെന്റ് ഇതൊരു ഫ്രോഡാന്ന് മനസ്സിലായി. ബട്ട് എനിക്ക് അതിന്റെ ഒരു ഇമ്പാക്ട്, സോ എനിക്ക് തോന്നുന്നു അത് ഇത്രത്തോളം ഇമ്പാക്ട് ഉണ്ട്. ബട്ട് മാനേജ്മെന്റ് ഒരു തരത്തിലും അത് ഹൈ ലെവൽ മാനേജ്മെന്റ് ആണ്, ആ ഫ്രോഡാണെന്ന് എനിക്ക് മനസ്സിലായി. ബട്ട് അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള ഇമ്പാക്ട്, സോ ദാറ്റ് മീൻസ് ഐ ആം നോട്ട് ഏബിൾ ടു ഒബ്റ്റെയിൻ സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. ആ സെനാരിയോയിൽ ഞാൻ എന്ത് ചെയ്യും? ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ. ബിക്കോസ് ഐ ആം നോട്ട് ഏബിൾ ടു, ദർ ഇസ് എ ഫ്രോഡ്. ബട്ട് ഇവരുടെ ഒരു സഹകരണം ഇല്ലാത്ത കൊണ്ടോ അല്ലെങ്കിൽ ഇവരത് അത്ര രീതിയിൽ കൺസീൽ ചെയ്തിരിക്കുന്ന ഐ ആം നോട്ട് ഏബിൾ ടു ഒബ്റ്റെയിൻ സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. സോ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇത്ര രീതിയിൽ അഡ്വൈസ് ഒപ്പീനിയൻ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ദർ ഈസ് സംതിങ്. സോ എനിക്കത് സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് അല്ലെങ്കിൽ എനിക്ക് എന്റെ എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയനകത്ത് കറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദീസ് തിങ്സ്. സോ അവിടെ എനിക്ക് എന്ത് കൊടുക്കാം? ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ കൊടുത്തിട്ട് വിഡ്രോ ചെയ്യാം. അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഓക്കെ അല്ലേ? ഓക്കെ ആണ് സർ. സോ റിമൈനിങ് നമുക്ക് ആ രണ്ട് ഇത് പ്ലസ് 250 260 അത് പെട്ടെന്ന് തീരുന്നതാണ്. 3 സ്റ്റാൻഡേർഡ്സ് പെട്ടെന്ന് തീരുന്ന സ്റ്റാൻഡേർഡ്സ് ആണ്. നമുക്ക് നാളത്തെ സെഷനിൽ തീർക്കാം. പിന്നെ 300 സീരീസ് കൂടെയാണ് നമുക്ക് മേജറായിട്ട് ഇതുള്ളത്. പിന്നെ 500 സീരീസിൽ 520 530 അതെല്ലാം തിയറി. സോ നമുക്ക് പിന്നെ 315 and 320 ആണ് നമുക്ക് കുറച്ചുകൂടെ. 300 ഓഡിറ്റ് പ്രോഗ്രാം ആണ്, തിയറി പക്കാ തിയറിയാണ്, ചാപ്റ്റർ ആണ്. ഓഡിറ്റ് പ്രോഗ്രാം പ്ലസ് ഓഡിറ്റ് പ്ലാനിങ് പ്ലസ് ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ള ഒരു ചാപ്റ്റർ, തിയറി ചാപ്റ്റർ ആണ്. നാളത്തെ സെഷൻ നമുക്ക് 200 സീരീസിൽ റിമൈനിങ് 240 പ്ലസ് ഈ പറഞ്ഞതിനകത്ത് കുറച്ച് തിയറി പാർട്ട് പ്ലസ് 250 260 and 265 നാളെ ഫിനിഷ് ചെയ്യും. സോ റിമൈനിങ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.